ഞാൻ പറയുന്നത് ഇത് പൊളിക്കണം. ഇവിടെ 2 ഏക്കർ സ്ഥലമില്ലയോ? ആ 2 ഏക്കർ സ്ഥലത്ത് ഒരു ആതിരക്കുട്ടിയാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ കാര്യം തീരുമാനിക്കുന്നത്? ഒരു പെന്തിക്കോസുകാരൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകട്ടെ. നിങ്ങളുടെയൊക്കെ കഴുത്തോടുണ്ടായി ഇങ്ങനെ ഓരോരുത്തർ കയറി ഇരിക്കുന്നത്. ഞാൻ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ബിസിനസ് ചെയ്യുന്നുണ്ട്. പോയി എൻ്റെ ഒരു കടയിലെ ജോലിക്കാരൻ വൃത്തികേട് കാണിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അവനെ അറസ്റ്റ് ചെയ്യണം. ഞാൻ എന്നെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത്? അല്ല എൻ്റെ വീട്ടിൽ വന്നിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് ചെയ്യേണ്ടത്? മുസ്ലിംസ് നമ്മുടെ സഹോദരങ്ങളാണ്, ഹിന്ദുക്കൾ നമ്മുടെ സഹോദരങ്ങളാണ്, RSS നമ്മുടെ സഹോദരങ്ങളാണ്, BJP നമ്മുടെ സഹോദരങ്ങളാണ്. നമുക്ക് ആരോടും വൈരാഗ്യമില്ല. പക്ഷെ ഇതിനകത്ത് ചില ക്ഷുദ്രജീവികള്, ചില സുവിശേഷ വിരോധികള് നമ്മുടെ കേരളം നശിപ്പിക്കാൻ, തകർക്കുവാൻ, മതസൗഹാർദ്ദം തകർക്കുവാൻ, ഇന്ത്യയുടെ മതസൗഹാർദ്ദം തകർക്കുവാനായിട്ടുള്ള ചില സുവിശേഷ വിരോധികളാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത്. ആക്ഷൻ കൗൺസിൽ, ഈ ആക്ഷൻ കൗൺസിലിന്റെ പുറകിൽ നിൽക്കുന്ന പുള്ളികളൊക്കെ എനിക്കറിയാം. എൻ്റെ കൂടെ പണ്ട് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഇവർക്കൊക്കെ ചില്ലറ വേണം. അതിനുവേണ്ടി ഈ ആക്ഷൻ കൗൺസിൽ ഈ ഒരാഴ്ചത്തേക്കുള്ള ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളാരും പേടിക്കണ്ട. ആരാധന സ്വാതന്ത്ര്യം ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ആരാധിക്കും. എത്ര തടസ്സങ്ങൾ നിന്നാലും നമ്മൾ ആരാധിക്കും. ഇപ്പൊ കുറച്ചു പേര് സുവിശേഷ വിരോധികൾ, അവർ കേരളത്തിൽ വളരെ സജീവമാണ്. കത്തോലിക്ക സമുദായം കഴിഞ്ഞാൽ 2ാമത്തെ ശക്തി പെന്തിക്കോസ് സമൂഹമാണ്. ഒരു കാരണവശാലും കേരളത്തിന്റെ മണ്ണിൽ ഒരു പെന്തിക്കോസ് സഭകൾക്ക് നേരെയും, ഒരു അഭിഷക്തന് നേരെയും, ഒരു വിശ്വാസിക്ക് നേരെയും ഓരോരുത്തരും നമ്മുടെ നേരെ പൊങ്ങി വരത്തില്ല. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് കുറച്ച് വിഷയമുണ്ടായി. നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. പെന്തിക്കോസുകാര് ഫീലുക്കളാണെന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഫീലുക്കളൊന്നുമല്ല. നമ്മളിന്ന് ഈ ആലയത്തിൽ, ആരാധനാലയത്തിൽ എങ്ങനെ സംസാരിക്കണമെന്ന്, പക്വതയോടെ പരിജ്ഞാനത്തോടെ സംസാരിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പ്രകോപനമായ വാക്കുകൾ പറഞ്ഞ് കയ്യടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു ആരാധനാലയമാണ്. വളരെ നല്ല ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. സാധാരണ സ്റ്റേജിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ആരാധിച്ചിട്ടില്ല. പക്ഷെ നല്ല ആരാധന, ദൈവത്തെ സ്തുതിപ്പാൻ, മതി മറന്ന് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് എനിക്ക് ദൈവം അവസരം തന്നു. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമാണ്, സംസ്ഥാന നേതാവാണ്. പ്രകോപനപരമായ പ്രസംഗങ്ങളൊക്കെ പ്രസംഗിക്കാനും പോലീസിൻ്റെ അടിയൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ആലയമാണ്. അപ്പോൾ ആലയത്തിൽ നമ്മളെ വിശുദ്ധിയോടൊക്കെ നമ്മുടെ വാക്കുകൾ പരിജ്ഞാനത്തോട് സംസാരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായ വാക്കുകൾ പെന്തിക്കോസ് സമൂഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. നമ്മൾ ക്രിസ്തുവിൻ്റെ മനോഭാവം ഉള്ളവരായിരിക്കണം. നമ്മളിൽ ക്രിസ്തു വസിക്കുന്നുണ്ട്. എവിടെ ചെന്നാലും നമ്മൾ പെന്തിക്കോസുകാർ ആണെന്ന് തിരിച്ചറിയണം. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഇല്ലാത്തവരും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങനെ ആയി തീരല്ലേ. നമ്മൾ മറ്റുള്ളവർ നോക്കുമ്പോൾ ഇവൻ വ്യത്യസ്തനായിരിക്കണം. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് കോതമംഗലത്ത്, എങ്ങനെ ഞാൻ ലൈവ് ആയതുകൊണ്ട്, ഒരു ഹിന്ദു സഹോദരൻ, ആ സഹോദരനെ, അവർക്ക് പെന്തിക്കോസിൽ പോകുന്ന ബുദ്ധിമുട്ടാണ്. ആ കുട്ടിക്ക് മാനസിക രോഗമുണ്ട്, സോറിയാസിസ് ഉണ്ട്. ആ മാതാവ് നിർബന്ധിച്ച് ഒരു പാസ്റ്ററിൻ്റെ അടുത്തോട്ട് വിട്ടു. ആ പാസ്റ്റർ ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ആ പാസ്റ്റർ ആ സ്നേഹത്തോടെ ആ കുട്ടിയെ ചർച്ചിൽ കൊണ്ടുവന്നു. അവിടെ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയായിരുന്നു. അവിടുത്തെ സഹോദരന്മാർ ആ സഹോദരനെ കൂടെ ചേർത്ത് നിർത്തി. അപ്പോൾ ഈ സോറിയാസിസ് ഉണ്ടായിട്ട് ഷർട്ടൊക്കെ ഇങ്ങനെ ഇളക്കാൻ മേലാതെ അവർ കുളിപ്പിച്ചൊക്കെ എടുത്ത്, അപ്പോൾ ഈ കുട്ടിക്ക് ഗുളിക ഉണ്ടെന്നുള്ള വിവരമൊന്നും അറിയത്തില്ല. അപ്പം 3 ദിവസം അവിടെ ഇരുന്ന് ആരാധിച്ചു. അന്നേരം അമ്മയെ കാണണമെന്ന് പറഞ്ഞു. ആ പാസ്റ്റർ പറഞ്ഞു അമ്മയെ വിളിക്കാൻ പറഞ്ഞു. അമ്മയുടെ കൂടെ പോയി കോതമംഗലത്ത് ഭൂതത്താൻ കെട്ടിൻ്റെ അവിടെ വന്ന് ഓട്ടോറിക്ഷയോട് നിർത്താൻ പറഞ്ഞു. ഓട്ടോറിക്ഷക്കാരനോട് നിർത്തി. ഈ പുള്ളി ആത്മഹത്യ ചെയ്തു. പിറ്റേ ദിവസം ഈ ഹൈന്ദവ സംഘടനകളെല്ലാം കൂടെ പാസ്റ്റർ ഇവനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നം. ഇവിടുത്തെ ഒരു വെള്ളിയേട്ടൻ പെന്തിക്കോസുകാരും അനങ്ങിയിട്ടില്ല. അപ്പുറം IPCക്കാരുണ്ട്, ചർച്ച് ഓഫ് ഗോഡുകാരുണ്ട്, AG ഉണ്ട്. ഇവരൊക്കെ മുഖം തിരിഞ്ഞു പോയി. എങ്ങനെയോ ഈ ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് അങ്ങ് വിറയ്ക്കുക ചെയ്യാൻ പറ്റ പോലെ, എൻ്റെ സാറേ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞു എന്തിനാ ഇത്രയും വിറയ്ക്കുന്നേ? കോതമംഗലത്തിന് 4 മണിക്കൂറേ ഉള്ളൂ, ഞാൻ വരാം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ ആ മനുഷ്യന്, ആ ദൈവദാസന് വാക്കു കൊടുത്തു. ഒരു പ്രശ്നം അവിടെ വരത്തില്ല. ഞാൻ വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്തു. CPMൻ്റെ നേതാക്കന്മാരെ വിളിച്ചു, ആ ഹൈന്ദവ സംഘടനയുടെ നേതാക്കന്മാരെ വിളിച്ചു. അവരെൻ്റെ എന്തോ നമ്മുടെ വാക്കിനകത്ത് ഒരു അഭിഷേകം ഒഴുകുന്നുണ്ട്. അങ്ങനെ ആ വ്യക്തികളെ സാറേ പേടിക്കണ്ട ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ പാസ്റ്ററിനും വിശ്വാസികൾക്കും സമാധാനമില്ല. അങ്ങനെ 4-ാം ദിവസം ഈ ബോഡി കിട്ടിയപ്പോൾ ഈ ബോഡിയും കൊണ്ട് മാർച്ച് നടത്തുമെന്ന് പറഞ്ഞ് ഈ ഹൈന്ദവ സംഘടനകൾ അവിടെ വന്നു. ഞാൻ പറഞ്ഞു ഒരുത്തനും അവിടെ അനങ്ങത്തില്ല. പാസ്റ്റർ നിരപരാധിയാണ്. ആ പാസ്റ്ററിനെയും വിശ്വാസിയെയും ആ സഭയിലൂടെ ഞങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കും. നിങ്ങളുടെ ചർച്ച് പണിയുന്നിടം വരെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും. കഴിഞ്ഞ ഞായറാഴ്ച ഞാനിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാസ്റ്റർ അനി ജോർജ് സൈലൻ്റ് ആയിരുന്നു. ഒരു 10 പ്രാവശ്യം എന്നെ വിളിച്ചു.
എനിക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷമാണ് ഇവിടെ നടന്ന സംഭവ വികാസങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുശേഷം നമ്മുടെ പാസ്റ്ററിനെ വിളിക്കുകയും പാസ്റ്ററിന് പിന്തുണ പ്രഖ്യാപിക്കുകയും നിങ്ങൾക്കുള്ള പിന്തുണയും നിങ്ങളുടെ സഭയുടെ ആവശ്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുകയും നിങ്ങളോടൊപ്പം നിൽക്കുവാനാണ് ഞങ്ങളിവിടെ തിരുവനന്തപുരത്തു നിന്നാണ് ദേശീയ സെക്രട്ടറി വന്നത്. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ 20 വർഷത്തിന് മുമ്പ് ദൈവത്തെ അറിയാനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കി. 15 മിനിറ്റ് സമയമുള്ളൂ, പെട്ടെന്ന് പറയാം. ഈ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളുണ്ടായി. ഒരുപക്ഷെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കത്തില്ലായിരുന്നു. ഞാൻ ജനിച്ചപ്പം തൊട്ട് ദൈവം സമ്പത്ത് തന്നു, വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ തന്നു. ഇന്നും കേരളത്തിൽ അനേക സ്ഥലങ്ങളിൽ ബിസിനസ് ചെയ്യുന്നു. രാഷ്ട്രീയ പാർട്ടി, മാധ്യമപ്രവർത്തകന്, വൈസ്മൻ ക്ലബിൻ്റെ പ്രസിഡന്റ്, യുണൈറ്റഡ് പെന്തിക്കോസ്റ്റ് കൗൺസിൽ, എല്ലാ മേഖലയിലും എനിക്കൊരു പാഷനായിരുന്നു. ഞാനിത് ചെയ്യുന്നത് എൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഞാൻ അമേരിക്കയിൽ ഫയൽ ചെയ്ത് അവിടെ എല്ലാവരും അവിടെയാണ്. ഞാൻ പോകാതെ ഇവിടെ ബിസിനസ് നോക്കി വ്യാപാരികളുടെ നേതാവായി, ഇപ്പോൾ പെന്തിക്കോസ്തുകാരുടെ നേതാവായിട്ടൊക്കെ ദൈവം എന്നെ ഒരു സൂക്ഷ ലഭിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ദൈവവചനം സൂക്ഷിക്കത്തക്ക രീതിയിൽ ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞാൻ ശക്തമായി ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് കുറച്ച് വിഷയമുണ്ടായി. നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. ദൈവമാണ് നമ്മളെ വിളിച്ചതെങ്കിൽ ആ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ ഈ അനേക പോലീസുകാർ മുമ്പിൽ സമരങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആ സമരങ്ങൾക്കൊന്നും ഫീരുവായി തീരാതെ മുന്നോട്ട് പോയ ഒരു ജീനാണ് എൻ്റേത്. ഇപ്പം കുറച്ച് പേര് സുവിശേഷ വിരോധികൾ, ഞാൻ ആരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല, അവർ കേരളത്തിൽ വളരെ സജീവമാണ്. അപ്പം ഇവിടെ അവർക്കൊരു വാതിൽ തുറന്നു കിട്ടിയാൽ കേരളത്തിൽ കയറി ഇതുപോലെ താണ്ഡവം നൃത്തമാടാനായിട്ട് അവരാഗ്രഹിക്കും. പക്ഷെ നമ്മളതിനെ അനുവദിച്ചു കൊടുക്കത്തില്ല. ഒരു കാരണവശാലും കേരളത്തിൻ്റെ മണ്ണിൽ ഒരു പെന്തിക്കോസ് സഭകൾക്ക് നേരെയും ഒരു അഭിഷക്തന് നേരെയും ഒരു വിശ്വാസിക്ക് നേരെയും ഓരോരുത്തരും നമ്മുടെ നേരെ പൊങ്ങി വരത്തില്ല. ഇതിനെല്ലാം അവസരം കൊടുക്കുന്നത് ആരാ? നമ്മൾ തന്നെയാണ്. ഞാൻ എപ്പോഴും പ്രസംഗിക്കാറുണ്ട്, ആനയ്ക്ക് ആനയുടെ ശക്തി അറിയത്തില്ല, ആനയുടെ വലുപ്പം അറിയത്തില്ല, ആ ചെവി കൊണ്ട് ബാക്ക് സൈഡ് കാണത്തില്ല. 25 ലക്ഷം പെന്തിക്കോസുകാരുണ്ട് ഇന്ന് കേരളത്തിൽ. ഒരു 5 ലക്ഷം പെന്തിക്കോസുകാരെ, ക്രിപ്റ്റോ പെന്തിക്കോസുകാർ, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർത്തോമയിലാണെങ്കിൽ ഒരു മാസത്തിൽ ഒരു ദിവസം മർത്തോമ്പള്ളി പോയി 3 ആഴ്ച ഇതുപോലുള്ള ലൈവ് കാണുകയും സ്നാനപ്പെടുകയും ഒക്കെ ജീവിക്കുന്ന ഒരു 5 ലക്ഷം പെന്തിക്കോസുകാരും ഉണ്ട് കേരളത്തിൽ. അപ്പം നമ്മൾ വലിയൊരു ശക്തിയാണ്. കത്തോലിക്ക സമുദായം കഴിഞ്ഞാൽ രണ്ടാമത്തെ ശക്തി പെന്തിക്കോസ് സമൂഹമാണ്. പക്ഷേ ഈ പെന്തിക്കോസ് സമൂഹം നമ്മൾ ഐക്യമില്ലാത്തത് കൊണ്ട് നമുക്കൊന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ഗവൺമെന്റിന് പോലും നമ്മുടെ ശക്തിയും നമ്മുടെ ബലവും മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം ഇവിടെ ബിനു പാസ്റ്റർ, അദ്ദേഹം പാരമ്പര്യ പെന്തിക്കോസുകാരനാണോ അല്ലെങ്കിൽ മറ്റുള്ള സഭയിൽ നിന്ന് വന്ന ദൈവത്തെ അറിഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ അദ്ദേഹത്തെ ദൈവം അറിഞ്ഞ് അദ്ദേഹത്തെ ദൈവം ഒരു അഭിഷക്തനായി അദ്ദേഹത്തിൽ കൂടെ ഇതുപോലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുമ്പോൾ ഈ അകത്തും പുറത്തും പീഡനമോ, വെളിയിലല്ല പീഡനം, നമ്മുടെ അതിനകത്ത് തന്നെയാണ്. ഈ 2000-3000 പേരുടെയൊക്കെ ഈ ചർച്ച് കാണുകയും ഈ ആലയത്തിൽ എല്ലാവരും കൈകൊട്ടി ആരാധിക്കുമ്പോൾ സുഖിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ്. മനസ്സിലായോ? നമ്മുടെ കൂട്ടത്തിലുള്ളവരാ. എടാ, ഞാൻ പറയുന്നത് ഇത് പൊളിക്കണം. ഇവിടെ 2 ഏക്കർ സ്ഥലമില്ലയോ? ആ 2 ഏക്കർ സ്ഥലത്ത് ഒരു ആതിരക്കുട്ടിയാണോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണോ കാര്യം തീരുമാനിക്കുന്നത്? ഒരു ഗവൺമെന്റ് അല്ലേ? VD സതീശനല്ലേ കേരളം ഭരിക്കുന്നത്? ഞാൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല കേട്ടോ. ഈ കവറിട്ടുകൊണ്ട് കോൺഗ്രസ്സുകാരനൊന്നും ചിന്തിക്കേണ്ട, കോൺഗ്രസ്സുകാരനൊന്നുമല്ല. ഇവിടെ വരുന്ന ഗവൺമെന്റിനെ കൊണ്ട് ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള കപ്പാസിറ്റി പെന്തിക്കോസ് സമൂഹത്തിനുണ്ട്. ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്ററെ 2 ഏക്കർ സ്ഥലം നമുക്കുണ്ട്, പഞ്ചായത്ത് തരുന്നില്ലല്ലോ. ഒരു ആതിരക്കുട്ടിയെ, ഞാൻ ആ കുട്ടിയെ എനിക്ക് സ്നേഹമാണ്, കാരണം ഒരു പാവം കുട്ടിയാണ്. അതിന്റെ പിന്നിൽ നിന്ന് പ്രേരിപ്പിക്കുന്നതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെയൊക്കെ പറയുന്നത്, അല്ലേ? അല്ല, ആ കുട്ടിക്ക് അതിന് ചെയ്യാനുള്ള ഒരു ആംബിയറൊന്നുമില്ല. അതിന്റെ പിന്നിൽ എന്തോ വേറെ ആക്ഷൻ കൗൺസിൽ, ഈ ആക്ഷൻ കൗൺസിലിന്റെ പുറകിൽ നിൽക്കുന്ന പുള്ളികളൊക്കെ എനിക്കറിയാം. എൻ്റെ കൂടെ പണ്ട് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഇവർക്കൊക്കെ ചില്ലറ വേണം. അതിനുവേണ്ടി ഈ ആക്ഷൻ കൗൺസിൽ ഈ ഒരാഴ്ചത്തേക്കുള്ള ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളാരും പേടിക്കണ്ട. നമുക്ക് അടുത്ത വർഷം 2027 ദൈവം അനുവദിച്ചിട്ടെങ്കിൽ നിങ്ങളെ 2 ഏക്കറിനകത്ത് നമ്മളവിടെ കെട്ടിടം പണിയും, ഇതിന്റെ ഇരട്ടി ആൾക്കാരെയും കൊണ്ട് ആരാധിക്കും. പെന്തിക്കോസുകാർ തന്നെ അസൂയപ്പെടണം. കേരളത്തിൽ എല്ലാവരും വിചാരം ഈ ട്രഡീഷണൽ പെന്തിക്കോസുകാർ മാത്രമേ ഉള്ളൂ, അവരാണ് വലിയേട്ടന്മാരെന്നുള്ളൊരു മനോഭാവം. അതൊക്കെ മാറി ഇന്ന് കേരളത്തിൽ സ്വതന്ത്ര സഭകളാണ് ഏറ്റവും കൂടുതൽ.
10,000-ൽ പരം പെന്തിക്കോസ് സഭകളുണ്ട്, സ്വതന്ത്ര സഭകൾ. ദൈവം എനിക്ക് തന്നൊരു ദർശനം, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃസ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുപക്ഷെ എനിക്ക് ഇപ്പോൾ അതിനുള്ള കഴിവില്ല. പക്ഷേ ദൈവജനത്തിൻ്റെ വിഷയത്തിനു വേണ്ടി, ദൈവമക്കളുടെ വിഷയത്തിനു വേണ്ടി, വിശ്വാസികളുടെ വിഷയത്തിനു വേണ്ടി ഇടപെടണം എന്നുള്ള ഒരു തീരുമാനം എനിക്ക് ദൈവം തന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പെന്തിക്കോസ് കൗൺസിലിന് രൂപം കൊടുത്തത്. ഇന്ന് കേരളത്തിലെ ഈ വലിയേട്ടന്മാരെക്കാളും ഏറ്റവും വലിയൊരു സംഘടനയായിട്ട് ദൈവം ഞങ്ങളെ ഉയർത്തി. ഞങ്ങൾ ഈ നേതൃസ്ഥാനത്തിരുന്ന് ഫോട്ടോ എടുക്കുകയും അല്ലെങ്കിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇരുന്ന് കഴിക്കുകയും 2 വർഷം കൂടിയിരുന്ന് ഒരു പ്രസ്താവന നടത്തുന്ന പ്രവണതയല്ല. ഡെയിലി പെന്തിക്കോസ് സമൂഹത്തിൽ വരുന്ന വിഷയത്തിന് വേണ്ടി എത്ര വിഷയം ഉണ്ടെങ്കിലും ഒരു രാത്രി ഒരു ദൈവദാസൻ വിളിച്ചാൽ 1 മണിക്ക് ആ ദൈവദാസന്റെ വിഷയം പരിഹരിച്ചു കൊടുക്കും. അത്ര ശക്തമായി ഇടപെടുന്ന ഒരു സംഘടനയാണ് യുണൈറ്റഡ് പെന്തിക്കോസ് കൗൺസിൽ. നമ്മള് ക്രിസ്തുവിൽ സഹോദരങ്ങളാണ്. ഈ ബോധം പെന്തിക്കോസുകാർക്ക് ഇല്ല. ചുമ്മാ പ്രസംഗിക്കുക, നമ്മൾ ക്രിസ്തുവിൽ സഹോദരങ്ങളാണ്, അങ്ങനെ ഇങ്ങനാണ്, തിരുവത്താഴം ഇതെല്ലാം കഴിച്ച് ഇതെല്ലാം ഒക്കെ അങ്ങ് നടന്നു പോകും. ഒരൊറ്റ ഒരുത്തൻ്റെ ജീവിതത്തിൽ പ്രവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഈ പെന്തിക്കോസ് സമൂഹം ഇങ്ങനെ നശിച്ചു പോകുന്നത്. ഒരു ഗവൺമെന്റ് പോലും നമ്മളെ അംഗീകരിക്കുന്നുണ്ടോ? ഇന്ന് പെന്തിക്കോസ് സമൂഹത്തിന് സ്കൂളുണ്ടോ? പെന്തിക്കോസ് സമൂഹത്തിന് ഒരു കോളേജ് ഉണ്ടോ? ഒരു ആശുപത്രി ഉണ്ടോ? എന്തുകൊണ്ടാണ് നേടിയെടുത്തില്ല? നമ്മുടെ പൂർവികര്, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, അവർ നല്ല കാര്യം ചെയ്തു, വിശുദ്ധിയോട് ആരാധിച്ചു, സത്യത്തിൽ ആത്മാവിലും ദൈവത്തെ ആരാധിച്ചു. പക്ഷെ കാലഘട്ടം മാറി. ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ആവശ്യത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കണം. ഇവിടെ കുമ്പനാട്ട് ഒരു ദൈവദാസൻ പറഞ്ഞു, പെന്തിക്കോസുകാർക്ക് MLA MP വേണമെന്ന് പറഞ്ഞു. എല്ലാവരും കൈയടിച്ചു. അത് അങ്ങോട്ട് ചെന്ന് മുളക്കടയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ഈ പുള്ളിക്ക് കിട്ടിയ കൈയടി കൊണ്ടുകൊണ്ട് മറ്റേ പുള്ളിക്ക് അസൂയ. പുള്ളി പറഞ്ഞു അങ്ങനൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പറന്തലിലോട്ട് ചെന്നപ്പോഴത്തേക്ക് പുള്ളിയും വേണമെന്ന് പറഞ്ഞു. ഇവർക്കെല്ലാം ആശയക്കുഴപ്പമാണ്. എങ്ങനെയോ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു MLA കിട്ടി. നമ്മുടെ ആരുടെയും മിടുക്കൊണ്ടല്ല. VS ജോയി, അയാളൊരു പാഷനായിരുന്നു രാഷ്ട്രീയത്തിനകത്ത്. അയാളൊരു TPM വിശ്വാസിയായിരുന്നു. അയാൾ MLA ആയി. നമ്മുടെ ആരെയും മിടുക്കൊണ്ടല്ല. നമ്മളാരും ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നു, കേരളത്തിൽ MLA വേണം, കേരളത്തിൽ MP വേണം. ഈ പാർലമെന്റിൽ പോയി ബൈബിള് വെച്ച് പ്രസംഗിക്കുന്ന MP ഉണ്ടാക്കിയെടുക്കണം. എന്തുകൊണ്ട് ഈ പെന്തിക്കോസിലെ പാസ്റ്റർമാരെ ഇന്നും സപ്പോർട്ട് ചെയ്തില്ല? ഇപ്പോൾ ഒരു സഭ 2ആയി. കേരള കോൺഗ്രസ് പോലെ വളരും തോറും പിളരും, പിളരും തോറും വളരും. ഈ പ്രവണത മാറ്റിയിട്ട് നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ദൈവരാജ്യം ഇവിടെ കേരളത്തിൽ വരണം. ഇവിടെ ഏത് വർഗീയ ശക്തി, ഈ വർഗീയ ശക്തിക്ക് അറിയാൻ പെന്തിക്കോസുകാർ ഓടുമെന്ന്. നിങ്ങൾ കഴിഞ്ഞ നിങ്ങളുടെ സഹോദരന്മാരൊക്കെ ചാടിക്കേറി ഓടുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ആവേശമായി. ആര് തടയാൻ വന്നാലും നമ്മൾ ആരാധിക്കും. ആരാധന സ്വാതന്ത്ര്യം ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ ആരാധിക്കും. എത്ര തടസ്സങ്ങൾ നിന്നാലും നമ്മൾ ആരാധിക്കും. യാതൊരു തർക്കവും ഇല്ല. ഇവിടെ ഞാൻ ഒരു മുസ്ലിം പള്ളിയുടെ അടുത്ത് താമസിക്കുന്നത്. 5 മണിക്ക് അവിടെ പങ്ക് വിളിക്കും. അല്ലെങ്കിൽ അമ്പലത്തിൽ അവരുടെ ആരാധനയുണ്ട്. നമ്മൾ ആരും തടസ്സപ്പെടുത്തുന്നുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും പോയി പോലീസ് സ്റ്റേഷനിൽ ഈ പങ്ക് വിളി നമുക്ക് ഉറക്കത്തിന് ശല്യമാണെന്ന് പറയുന്നുണ്ടോ? നമ്മുടെ സഹോദരങ്ങളാണ് അവർ. മുസ്ലിംസ് നമ്മുടെ സഹോദരങ്ങളാണ്. ഹിന്ദുക്കൾ നമ്മുടെ സഹോദരങ്ങളാണ്. RSS നമ്മുടെ സഹോദരങ്ങളാണ്. BJP നമ്മുടെ സഹോദരങ്ങളാണ്. നമുക്ക് ആരോടും വൈരാഗ്യമില്ല. പക്ഷെ ഇതിനകത്ത് ചില ക്ഷുദ്രജീവികള്, ചില സുവിശേഷ വിരോധികള് നമ്മുടെ കേരളം നശിപ്പിക്കാൻ, തകർക്കുവാൻ, മതസൗഹാർദ്ദം തകർക്കുവാൻ, ഇന്ത്യയുടെ മതസൗഹാർദ്ദം തകർക്കുവാനായിട്ടുള്ള ചില സുവിശേഷ വിരോധികളാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നങ്ങളും RSSനോടില്ല, BJPയോടില്ല. ഇവരുടെ എല്ലാവരും നമ്മുടെ നേതാക്കന്മാരാണ്. തീർച്ചയായിട്ടും ഇങ്ങനൊരു സംഭവം ഉണ്ടായത് കേരള സമൂഹത്തിന് ഭയങ്കര നാണക്കേടായി. ഇപ്പൊ അവർക്ക് തന്നെ നാണക്കേടായി. അവരുടെ സമൂഹത്തിന് തന്നെ അവരുടെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ചർച്ചയായി. ഇത് നാണക്കേടായി. ഒരു ആരാധന സ്വാതന്ത്ര്യം തടയുക. ഇവിടെ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന് കപ്പാസിറ്റി ഉണ്ട്, വൃദ്ധസദനം നടത്തും. ബിനു വാഴമുട്ടത്തിനും ഭാര്യയ്ക്കും പോയി അവിടെ വൃദ്ധസ്ഥാനത്തിൽ പോയി ആഹാരം വെച്ചു കൊടുക്കാൻ പറ്റുമോ? ചേട്ടാ, അവർ ചെയ്യും. ഞാൻ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ബിസിനസ് ചെയ്യുന്നുണ്ട്. പോയി എൻ്റെ ഒരു കടയിലെ ജോലിക്കാരൻ വൃത്തിയേട് കാണിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അവനെ അറസ്റ്റ് ചെയ്യണം. ഞാൻ എന്നെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത്? അല്ല എൻ്റെ വീട്ടിൽ വന്നിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് ചെയ്യേണ്ടത്? നിയമത്തിന്റെ വഴിക്ക് പോകണം. ഈ ആംബിയർ ഇല്ലാത്തവന്മാരാണ് ഇങ്ങനെ വന്ന് ഈ പേടിച്ച് വന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത്. വൃദ്ധസദനത്തിൽ വൃത്തിയേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ, 17 വയസ്സുകാരനെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമത്തിന്റെ മുന്നിൽ തന്നെ കൊണ്ടുവരണം. ആ കുഞ്ഞ് നമ്മുടെ സഹോദരനാണ്, നമ്മുടെ ഒരു മക്കളാണെങ്കിലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട്, ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നടപടി വേണം. കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം. അതിന് ബിനു വാഴമുട്ട തന്നെ എടുത്തു.
ഇത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ എവിടെല്ലാം കഴിഞ്ഞ ഇപ്പം ഈ പറഞ്ഞ വരുന്ന ആഴ്ചയിലേക്കുള്ള ശുശ്രൂഷകളൊക്കെ പറയുന്നില്ലേ, ഒരു ദൈവദാസൻ ഒന്ന് പൊങ്ങി വരുമ്പോൾ ശത്രു വരും. നമ്മുടെ വ്യക്തിപരമായ ജീവിതം നോക്കി, 22 വർഷം ഞാൻ അനുഭവിച്ചതാണ്. എവിടെ ബിസിനസ് തുടങ്ങിയാലും കൊണ്ട് എനിക്കറിയത്തില്ല, എങ്ങനെ അറിയത്തില്ല, കൊണ്ട് അതിനകത്ത് അതിൻ്റെ ടൈൽസ് പണിയാകുമ്പം കൊണ്ട് കൂടോത്ര ഇടും, കൂടോത്ര ഇട്ട കസ്റ്റമർ വരത്തില്ല. 22 വർഷം ഞാൻ പോയി. 22 വർഷം നടത്തിയ ദൈവം തമ്പുരാനാണ്. എന്തെല്ലാം പ്രതിസന്ധി വന്നറിയോ? ഒരു പെന്തിക്കോസ്ത് സംഘടന വന്ന് കേരളത്തിൽ ശക്തമായി എല്ലാ വിഷയത്തിനകത്തും ഞാൻ ഇടപെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കെതിരെ എന്തുവാ വൈറലാക്കുന്ന രീതിയിൽ, എന്നെ ഡൗൺ ആക്കുന്ന രീതിയിൽ അത് പാസ്റ്റർമാർ തന്നെയാണ്. ഇൻബോക്സിൽ വന്ന് ചീത്ത വിളിക്കുന്ന പാസ്റ്റർമാർ തന്നെയുണ്ട്. ഏതാത്മാവിലാണ് ഈ പ്രസംഗിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെ കഷ്ടം, വേദന തോന്നിയിട്ടുണ്ട്. എന്തിനാ ഈ പാസ്റ്റർ ഒന്ന് മീശം മേടിച്ച് നടക്കുന്ന എനിക്കറിയത്തില്ല. എടാ, ഒരുത്തൻ ഉയരട്ടെ, അവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. പത്തനംതിട്ട പിടിക്കാനായിട്ട് ഒരുത്തനെ ദൈവം ഉയർത്തിയിട്ടുണ്ട്, അവൻ ഉയർത്തട്ടെ. പത്തനംതിട്ട ജില്ല ഈ ഓമല്ലൂരല്ല, നിങ്ങൾ വ്യാപിപ്പിക്കണം. ഈ സഭ ഐക്യത്തോടെ നിൽക്കണം. ഈ പല സഭകളിലും എന്തുകൊണ്ടാണ് ഈ ആത്മാക്കൾ വരാത്തത്? എന്നെ ആത്മാക്കൾ വരാത്ത പള്ളിപ്രമാണികൾ, അഭിനയിക്കുന്ന തൊഴിലാളികൾ. പെന്തിക്കോസിന്റെ പ്രത്യേകത, ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നതിന് അവാർഡ് കിട്ടുന്നത് പെന്തിക്കോസുകാർക്കേ ഉള്ളൂ. സഹോദരന്മാരും ഉണ്ട്. ഇവിടെ ആലയത്തിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നീ. ഒരു ദൈവദാസനെ ഇവിടെ ഇരിക്കുമ്പോൾ ആ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കേ. നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നമുക്ക് കേരളം പിടിക്കണം. കേരളത്തിൽ വൻ ശക്തിയായി പെന്തിക്കോസ് മാറണം. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനും നമുക്കെതിരെ കളിക്കാൻ പാടില്ല. ഒരു വർഗീയ ശക്തികളും ഒരു രാഷ്ട്രീയ കക്ഷികളും നമുക്കെതിരെ പ്രതികരിക്കാൻ പാടില്ല. നമ്മൾ ശക്തമാകണം. നിങ്ങളുടെ പ്രശ്നം വന്നിട്ട് എത്ര പെന്തിക്കോസുകാർ വന്നു? എത്ര പേര് പാസ്റ്റർ ബിനു വാഴമുട്ടത്തെ വിളിച്ചു? ഞാൻ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ ഉള്ളിലെ ആത്മാവ് ഈ സഹോദരനോട് അല്ലെങ്കിൽ ഈ ദൈവദാസനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തോ എനിക്ക് സന്തോഷം. ഇത്രയും പോരാ, ഞാൻ ഓർത്ത് 10 ഭയങ്കരമായി. പക്ഷെ ഇത്രയും പേര് നിങ്ങളിവിടെ വന്നു. ഇത് വ്യാപിപ്പിക്കുമ്പോൾ ഈ കേരളത്തെ പിടിക്കൽ, പത്തനംതിട്ടയെ നമ്മൾ പിടിക്കുക, ഒരാത്മാവിനെ നേടുന്നതാണ് ഏറ്റവും വലിയ പ്രയോജനം. ഇന്നെല്ലാം ഈ കീശ വീർപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പെന്തിക്കോസ് സമൂഹം മാറിയിരിക്കുക. നമ്മൾ നോക്കി, ഇപ്പം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങളുടെ പെന്തിക്കോസ് സംഘടന പോകുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു, ഞങ്ങളുടെ പ്രസ്താവനകൾ വരുന്നു. അതിനെ വിഷമം കൊണ്ട കുറേ ട്രഡീഷണൽ പെന്തിക്കോസുകാരെല്ലാം കൂടെ മുളക്കഴ പോയി ഒരു സംഘടന ഉണ്ടാക്കി, KCBCയുടെ മോഡലിൽ. അന്ന് പാസ്റ്റർ തോമാച്ചൻ പ്രസിഡന്റ്, അവറാച്ചൻ സെക്രട്ടറി, ട്രഷറൊക്കെ ആയി നല്ല ചാപ്പാട് കടിച്ചു പോയി. ഒരൊറ്റ അനക്കവും ഇല്ല, അനങ്ങത്തില്ല, നട്ടലില്ല. എടാ, ദൈവത്തെ വിളിക്കുന്നതിന് നട്ടലും വേണം. ദൈവത്തിന്റെ ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല. പ്രതികരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് തോന്നിവാസം ആരാധനാലയത്തിൽ നിന്നുകൊണ്ട് പ്രതികരിക്കുന്ന ആ പ്രവണതയോട് എനിക്ക് യോജിപ്പുമില്ല. നമ്മുടെ ഓരോ വാക്കുകളും പൊതുജനങ്ങൾ കേൾക്കുമ്പോൾ ഇവനിൽ ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് ഇവൻ നടക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കി കൊടുക്കണം. ദൈവത്തിൻ്റെ ഒരു മനോഭാവം നമ്മളിലുണ്ടാകണം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്കിന്ന് ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആരാധിക്കുവാനും നിങ്ങൾക്ക് വേണ്ടുന്ന പിന്തുണ തരുവാനും സർവശക്തനായ ദൈവം സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനും എൻ്റെ പ്രസ്താവനകളും, ഇന്ന് തിരുവനന്തപുരത്തു നിന്ന് തന്നെ ഇവിടെ ആൾ വന്നിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ അവർക്കൊക്കെ ഇന്ന് ദൈവദാസന്മാർക്കൊക്കെ ശുശ്രൂഷ ഉള്ളതുകൊണ്ടാണ് അവരിന്ന് വരാഞ്ഞത്. വരും ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം അവർ കാണും. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഞാൻ ഇപ്പോഴും പറയുന്നു. ആ സ്ഥലം, അവിടെ എന്ത് വിഷയമാണുള്ളത്, ഞാൻ ഇന്ന് ഈ പാസ്റ്ററിനോട് പറഞ്ഞു, നമുക്ക് അവിടെ പോകണം. ആ കുരുക്ക് നമുക്ക് കഴിക്കണം. ഇവിടെ ഇന്നത്തെ ഈ ആരാധന സത്യം പറഞ്ഞാൽ ആ കുരുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സത്യം ഞാൻ പറഞ്ഞു, ഞാൻ ഈ അടുത്ത ദിവസം ഇതുപോലെ ആരാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ചാടണമെന്ന്. പക്ഷെ എന്നാലും നിങ്ങളൊക്കെ ചിലർ പറയത്തില്ല, പുള്ളിക്ക് വട്ടാന്നൊക്കെ ചിലർ പറയും. ഞാൻ അതുകൊണ്ട് അങ്ങൊന്ന് ഒതുങ്ങി നിന്നതാണ്. ഇതുപോലുള്ള ആരാധനയ്ക്കകത്ത് പല കുട്ടികളും വീഴും, അവരുടെ മനം മാറും, അവർ ദൈവത്തെ അറിയും. നിങ്ങൾക്കെതിരെ നിന്നവരൊക്കെ ഈ ആരാധനാലയത്തിൽ കടന്നു വരും. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട അവിടെ. ഈ ജാഥയ്ക്ക് അവിടെ നിന്ന പുള്ളികളുണ്ടല്ലോ, ആക്ഷൻ കൗൺസിൽ ഒരാളുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, എനിക്ക് ആ വ്യക്തിയെ നന്നായിട്ട് അറിയാം. ഇങ്ങനെ വന്ന് പേടിപ്പിച്ചാൽ എന്നെ പേടിക്കുന്നവരാണോ ബെന്തിക്കോസുകാരെ? നമ്മൾ അരിയാഹാരം കഴിക്കുന്നവരല്ലേ? അപ്പം അങ്ങനെയുള്ള ഭീഷണിയൊന്നും വേണ്ട. ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ഞാൻ അവരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ. ഞങ്ങളുടെയൊക്കെ സഹായം വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കാം. ഇങ്ങോട്ട് കുതിര കയറി വരണ്ട, ഞങ്ങൾ ആരാധിക്കും. ഇങ്ങോട്ട് കയറ്റിയില്ല, റോഡിൽ ഇരുന്നെങ്കിൽ ഈ റോഡിൻ്റെ പേരെന്തോ, അവിടെ നിന്ന് ഞങ്ങൾ ആരാധിക്കും.
ഇപ്പം പണ്ട് പോലീസ് കാവലുണ്ടല്ലോ. നമ്മൾ റോഡിൽ നിന്ന് ആരാധിക്കും. നമുക്ക് തന്നെ ആരാധിക്കുന്നതിന് നാണക്കേടേ ഇല്ല. ഇതൊക്കെ പണ്ടായിരുന്നു എനിക്കൊരു തോന്നല്, റോഡിൽ നിന്ന് ആരാധിച്ചാലെന്നാന്ന്. റോഡിൽ നിന്ന് കൈകൊട്ടി ആരാധിക്കും. അതുകൊണ്ട് ഈ ആരാധനാലയം എലോഹിയും ചർച്ചിനെ നിർത്താമെന്നുള്ള ചിന്താഗതികളൊക്കെ മാറ്റിയിട്ട് അവരൂടെ ഇങ്ങോട്ട് വരട്ടെ. ഇത് വിശാലമാകട്ടെ. വലിയ ചർച്ച വന്നിട്ട് ഈ ഓമല്ലൂർ പഞ്ചായത്തിലൊക്കെ നമ്മൾ പെന്തിക്കോസുകാരോട് ഭരിക്കണമെന്നേ. എന്തിനീ പെന്തിക്കോസുകാർക്ക് ഞാൻ ചോദിക്കുന്ന ഈ ഭരണരംഗങ്ങളിലേക്ക് വരുമ്പോൾ ഇതെല്ലാവരും ഒരു അഴിമതി എന്നല്ല, സംശുദ്ധമായ ഭരണം കാഴ്ചവെക്കാൻ നമ്മളെയും കൊണ്ട് പറ്റും. അഴിമതിയില്ലാത്ത ഭരണം കാഴ്ചവെക്കാൻ പറ്റും. ഒരു പെന്തിക്കോസുകാരൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകട്ടെ. നിങ്ങളുടെയൊക്കെ കഴുത്തോടുണ്ടായി ഇങ്ങനെ ഓരോരുത്തർ കയറിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം കേരളത്തില് 14 ജില്ലകളിൽ നിങ്ങൾ ഓർക്കും പ്രശ്നമില്ലെന്ന്. ഒരു മാധ്യമ പ്രവർത്തകനും നമ്മുടെ വിഷയം പൊക്കിക്കൊണ്ട് വരത്തില്ല. 14 ജില്ലയിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ആരാധനാലയങ്ങൾക്കെതിരെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശ്വാസികൾക്ക് വിഷയമുണ്ട്. കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിൽ ഒരു ദൈവദാസൻ, പാവപ്പെട്ട ദൈവദാസനെ പോസ്കോ കേസിൽ പെടുത്തി. അവിടെ എല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ യുണൈറ്റഡ് പെന്തിക്കോസ്റ്റ് കൗൺസിലായിരുന്നു. അപ്പം 25 ലക്ഷത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് പത്തനംതിട്ട ഓമല്ലൂരിൽ നിന്ന് ഇതിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ പെന്തിക്കോസ്റ്റ് സമൂഹം ശക്തമായി ഏത് ഭരണത്തെ നിയന്ത്രിക്കുന്ന ഭരണകർത്താക്കളും ഭരണത്തെ നിയന്ത്രിക്കുന്നവരുമായി പെന്തിക്കോസ്റ്റ് സമൂഹം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ പ്രസംഗം കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 5 മിനിറ്റ് നിങ്ങൾക്ക് ഒരു ആശ്വാസ വാക്കുകൾ പറയാനായിട്ടാണ് ദൈവം എനിക്ക് അവസരം തന്നത്. ഞാൻ പ്രദാനം ചെയ്യുന്ന സംഘടന നിങ്ങളോടൊപ്പം കാണും. ഇതൊരു വെറും വാക്കല്ല. ഏത് പ്രശ്നം, ഏത് രാത്രി വന്നാലും നിങ്ങളുടെ ഈ ചർച്ചിൻ്റെ പണി തുടങ്ങുന്നിടം വരെയും ഞങ്ങൾ നിങ്ങളോടൊപ്പം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ.